ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. ഒരു അടിപൊളിയുള്ള നമ്മുടെ സാരീസ് കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. ഫുള്ളും നമ്മുടെ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഹെവി ആയിട്ട് വീവിങ് പാറ്റേൺ ഉണ്ട്. ത്രെഡ് വർക്ക് വന്നേക്കുന്നതും കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ വന്നേക്കുന്ന ഒരു സാരീസ് കളക്ഷനാണ് കാണാൻ പോവുക. നമുക്ക് ചർച്ചിലും അതുപോലെ ബാപ്റ്റിസം പർപ്പസിനും അതുപോലെ വെഡ്ഡിങ് ഫംഗ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് ടോൺ കളക്ഷൻസ് ആണ്. ഫുൾ ഇതുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള തിക്ക് ബോർഡർ വരുന്നുണ്ട്. ആൻഡ് സാരി ഓൾ ഓവർ ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ്. അതും ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ്. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്, പ്യുവർ ജോർജറ്റിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് അടുത്തത് ഗ്രീനിൻ്റെ ഷെയ്ഡ്, ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്, നേവി ബ്ലൂവിൻ്റെ ടോണ്. 4 ഷെയ്ഡ്സ് ആണ്. ഡീറ്റെയിൽസ് നോക്കാം. വന്നേക്കുന്നത് ഇതിലെ വീവിങ് നോക്കിക്കൊള്ളുക. എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ് വരുന്നത്. അത്രയും നോക്കിയാലൊന്നും പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഫുള്ളി ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്നത്. വൈറ്റ് ഷെയ്ഡ് കൊണ്ടുള്ള ത്രെഡ് കൊണ്ട് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി മനസ്സിലാവില്ല. എന്നാൽ ഈ കോൺട്രാസ്റ്റ് ബോർഡർ നോക്കിയാൽ മതി. ഈ സെയിം ബോർഡർ വരുന്ന 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. ബട്ട് ആ ഒരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നിങ്ങൾ കളർ നോക്കി ഓർഡർ ചെയ്യുക. ഇതിൽ നെവി ബ്ലൂവിൻ്റെ ടോണാണ് ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ കൊടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലുവും ആ സെയിം ടോണിൽ പല്ലുവിൻ്റെ തന്നെ സ്റ്റൈൽ വരുന്ന ബ്ലൗസ് ആണ് ഇതിൽ പെയർ ചെയ്തേക്കുക. ഹെവി ആയിട്ടുള്ള ഒരു റിച്ച് സാരിയാണ്. ഇതുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഹെവി വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഫുൾ സാരി ഓൾ ഓവർ ഈ ഒരു വർക്കാണ്, ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുക. ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ബോഡി ഷേപ്പിൽ തന്നെ കിടക്കുന്ന സാരിയാണ്. ജോർജറ്റ് പോലെ തന്നെ നിൽക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ് ഇതിൽ പെയർ ചെയ്തേക്കുക. സോ ഫസ്റ്റ് വൺ ഇത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്, അടുത്ത ഷെയ്ഡില്ല, കോൺട്രാസ്റ്റ് പല്ലു ഇതിൽ ബോർഡർ വന്നിരിക്കുന്ന ബോട്ടിൽ ഗ്രീൻ ടോൺ ആണ്. എൻ്റെ വീവിങ് പാറ്റേണും ഡിഫറെൻ്റ് ആണ്. ഇത് നോക്കിയ ഒരു റൗണ്ട് പോലത്തെ ഒരു വർക്ക്, അതിൽ ചെറിയൊരു ഫ്ലവർ പോലത്തെ പാറ്റേൺ. അതായത് ഫുൾ എല്ലാത്തിലും ഡിഫറെൻ്റ് ആണ് ഇതിലെല്ലാം കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത്. നമുക്ക് ഫംഗ്ഷൻ വിയർ ആയിട്ടും ബാപ്റ്റിസത്തിനും, എസ്പെഷ്യലി ബാപ്റ്റിസത്തിനും വെഡ്ഡിങ് ഫംഗ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാം. ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ ബോഡി ഷേപ്പിൽ തന്നെ കിടക്കും. എൻ്റെ പല്ലു ആണെന്ന് നോക്കിയാൽ നല്ല വളരെ റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു. അതിലെ വീവിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറൽ വീവിങ് ആണ് അതിൽ ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ബ്ലൗസും വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലാണ് ബ്ലൗസ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പല്ലു, ബ്ലൗസ് ആൻഡ് ബോർഡർ. ബോഡി ഓൾ ഓവർ ഈ ഒരു വൈറ്റ് ടോണിലാണ് വരുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ്. നമ്മുടെ ജോർജറ്റ് ഒക്കെ പോലെ, ജോർജറ്റ് അല്ലത്, നല്ല ജോർജറ്റ് ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്ത് പിടിക്കുമ്പം ആ ഒരു ജോർജറ്റിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റ്, ആ ഒരു സ്റ്റിഫ്നെസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ഇതാണ് സെക്കൻഡ് ഡിസൈൻ. തേർഡ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് മുമ്പേ കണ്ടതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ആ ഒരു ത്രെഡ് വർക്ക്, ത്രെഡ് വീവിങ് വന്നിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്ക്വയേഴ്സിനകത്തൊരു ഫ്ലവർ പോലത്തെ വർക്കാണ് ഇതിൽ ഫുള്ളും വന്നിരിക്കുന്നത്. ആൻഡ് ബോർഡർ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കണ്ടാൽ ഒരു ഓക്സിഡൈസ്ഡ് വീവിങ് ആണ് അതിൽ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ പ്യുവർ ജോർജറ്റിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഓക്സിഡൈസ്ഡ് വീവിങ് പാറ്റേൺ ആണ് ഇതിൻ്റെ ആ ഒരു ബോർഡർ പോർഷനിൽ വന്നിരിക്കുന്നത്. പല്ലു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നു. സെയിം ടോണിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വീവിങ് വന്നിരിക്കുന്ന പല്ലുവും ബ്ലൗസും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസ് ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത്. എല്ലാം ഈ ഒരു ഷെയ്ഡാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് ആണ് എൻ്റെ ബോർഡറും പല്ലുവും ബ്ലൗസും. അത്രയും ഒരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ വർക്ക് നമ്മൾ ഒത്തിരി നോക്കിയിട്ട് എല്ലാത്തിലും ഫുൾ ഇതുപോലെ വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് യൂസ് ചെയ്യാനും അത് ഡ്രൈപ്പ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും ഈ ഒരു സാരി വന്നിട്ട്. അതായത് ഭയങ്കര ഇങ്ങനെ പറന്നൊന്നും നിൽക്കുന്നല്ല, ആ ഷേപ്പിൽ കിടക്കുന്ന സാരിയാണ്. 4 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. സോ അപ്പം അടുത്ത വന്നിരിക്കുന്നത് ഇതിലും കോൺട്രാസ്റ്റ് ആയിട്ടൊരു നേവി ബ്ലൂ ടോണിലുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് വീവിങ്. ബട്ട് ഇതിൻ്റെ ആ ബോഡിയിൽ വന്നിരിക്കുന്ന വീവിങ്, നമ്മൾ ഫസ്റ്റ് കണ്ട നേവി ബ്ലൂവും തമ്മിൽ ബോഡിയിലെ വീവിങ് ഡിഫറെൻ്റ് ആണ്. ആ ഒരു ബോർഡർ കോമ്പിനേഷൻ സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ട്, ഇതിൻ്റെ ഒരു കളർ നമ്മൾ ബോട്ടിൽ ഗ്രീനിൽ കണ്ടായിരുന്നു. ആ ഒരു വീവിങ് പാറ്റേൺ ഇതിൽ വന്നിരിക്കുന്നത്. എല്ലാം റിച്ച് ആയിട്ടുള്ള, വളരെ റിച്ച് ആയിട്ട് നിൽക്കുന്ന സാരിയാണ്. വീഡിയോയിൽ കാണുന്നതിലും ഒത്തിരി ബെറ്ററും അടിപൊളിയുമാണ് ഇത് നേരിട്ട് കാണാനായിട്ട്. വീഡിയോയിൽ അത്രയും ലുക്ക് വരില്ല, ബട്ട് നേരിട്ട് കാണാനാണ് അതിന് ലുക്ക് വരുന്നത്. ഇതാണ് എൻ്റെ പല്ലു പോർഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പല്ലു വന്നിരിക്കുന്നു. ബ്ലൗസ് എല്ലാത്തിലും ഇതുണ്ടോ, ബാക്ക് സൈഡിൽ ഇതുണ്ടോ, കണ്ടാൽ ഒരു ഹെവി ഇതുണ്ടോ, സെയിം പല്ലുവിൻ്റെ അതേ സ്റ്റൈലിലുള്ള ഫ്ലോറൽ വീവിങ് ആണ് ഇതിൻ്റെ ബ്ലൗസിൽ കൊടുത്തിരിക്കുന്നത്. വളരെ റിച്ച് ആയിട്ട് നിൽക്കുന്ന സാരിയാണ്. നമ്മുടെ കട്ടാൻ സാരിയുടെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് വീവിങ് സ്റ്റൈലാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. റിച്ച് പാറ്റേൺ തന്നെയാണ്. എല്ലാം ബേസി ഒരു ഓഫ് വൈറ്റിൽ ഒരു വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പ്യുവർ വൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു കളർ ഷെയ്ഡാണ് ബേസ് ബോഡിയിൽ കൊടുത്തിരിക്കുന്ന. പല്ലുവും ബ്ലൗസും ബോർഡറും കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സും ഈ ഒരു പാറ്റേണേ വരുന്നുള്ളൂ. റേറ്റ് 2980, 2980 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.